ഹലോ ഗൈസ്, റോബിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. നമ്മൾ നാളിതുവരെ കണ്ടിട്ടുള്ള ഇൻ്റർവ്യൂകളിൽ നിന്നൊക്കെ വ്യത്യാസപ്പെടുത്തി നല്ല സൂപ്പർ ഒരു ഇൻ്റർവ്യൂ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപാട് പേരെ പറ്റി ചോദിക്കുന്നുണ്ട്. ഇതൊരു സ്പെഷ്യൽ സാധനമാണ്. എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു സഡൻ ചോദ്യങ്ങൾ, ആളുകളെ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ഫോട്ടോസ് കാണിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതിൽ പുള്ളി ഒട്ടും തന്നെ പിന്നോട്ട് പോകാതെ, അതായത് ഒരു ചെറിയ രീതിയിൽ പോലും ഒരു പതർച്ചയില്ലാതെ കൃത്യമായി വിശകലനം ചെയ്ത് പറയുന്നുണ്ടല്ലോ. സൂപ്പർ ഗ്രേറ്റ്. ആക്ച്വലി ഞാൻ റോബിൻ ഫാനൊന്നുമല്ല, ബട്ട് റോബിൻ ഫാൻസിൻ്റെ ഫാമിലിയിലെ ഒരു മെമ്പറാണ് ഞാൻ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ റോബിനെ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത് വേറൊരു സ്പെഷ്യാലിറ്റി, അതായത് മകനെ പോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ മകൻ്റെ അതേ ഫോട്ടോ കോപ്പി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരുടെ ആക്ഷൻസ് ആൻഡ് ദാറ്റ് താടി, എവറിഥിങ് ഈസ് സിമിലർ ആൻഡ് ആറ്റിറ്റ്യൂഡ് ആൾസോ സെയിം. ഇപ്പോഴുള്ള റോബിനാണ് കുറച്ചുകൂടെ നല്ല രസമുള്ള ആളെന്ന് പറയും. ക്യാരക്ടർ വൈസ് ആണ്, മറ്റേ ഇത് വെച്ചില്ല. ക്യാരക്ടർ വൈസ് ഇപ്പം സൂപ്പറാണ്. മുമ്പ് ആ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടൊരു ബഹളം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പുള്ളി അത് ആരുടെ കോപ്പി അടിച്ചായിരുന്നാണ് അന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. എനിവേ, കോപ്പി ആയിരുന്നാലും എന്തായിരുന്നാലും ചില മാനറിസങ്ങൾ മാറ്റപ്പെടേണ്ടത് തിരുത്തപ്പെടേണ്ടതുകൊണ്ട് പുള്ളിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരത് പറയുമ്പോൾ പുള്ളി ആ സജഷൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അത് വലിയൊരു കാര്യമാണ്. എനിവേ, സൂപ്പർ ഒന്നും പറയാനില്ല. പിന്നെ ഫാമിലിയെ പറ്റിയൊക്കെ വളരെ സൂപ്പറായിട്ട് പറയുന്നുണ്ട്. ഇതിൽ കൂടെ റോബിൻ എന്ന വ്യക്തിയെ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂ എന്ന് ഞാൻ പറയും. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് പുള്ളിയുടെ എല്ലാ ഔട്ട്പുട്ടും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഇൻ്റർവ്യൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഇൻ്റർവ്യൂ വാച്ച് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ഒരു റിയാക്ഷൻ ചെയ്യാൻ ഉദ്ദേശിച്ച 1-2 കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. രണ്ടിടത്ത് പുള്ളിക്കാരുടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണിച്ചു, അതിന് വിട്ട് കളഞ്ഞു. അതുകൊണ്ടാണ്. അപ്പോൾ അതിൽ ഒരു കാര്യം മോദിയെ പറ്റി പറഞ്ഞതാണ്. മേ ബി പുള്ളി ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ രാഷ്ട്രീയത്തിനെ പറ്റി വലിയ ഗ്രാഹ്യമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട്, പിന്നെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയുടെ പിതാവിന് ഈ ഒരു പാർട്ടിയോട് ഭയങ്കര അനുഭവം ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ്റെ വാക്കുകളിൽ കൂടെ എനിക്ക് മനസ്സിലായത്. മേ ബി എൻ്റെ രാഷ്ട്രീയം ഡിഫറൻ്റാണ്. എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ഈ പറയുന്ന RSS. സോ അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ സ്ത്രീകളോട് അദ്ദേഹം കാണിച്ചൊരു നെഗ്ലക്ഷൻ, അവരെ ഉപദ്രവിച്ചൊരു ടൈം, എനിക്കിതൊക്കെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തീർത്തും ഇഷ്ടമില്ലാത്തൊരു പ്രധാനമന്ത്രി ആയതുകൊണ്ട് തന്നെ ആ ഭാഗം നമ്മൾ പാസ് ചെയ്യുന്നു. ആൻഡ് രഞ്ജിത് കുമാർ ശരി, സ്ത്രീവിരുദ്ധതയാണ് അയാളുടെ മുഖമുദ്ര. സാബുമോൻ സ്ത്രീവിരുദ്ധനാണ്. സ്ത്രീവിരുദ്ധൻ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ ക്വാളിഫിക്കേഷൻ അയാൾക്കുണ്ടെന്ന് പറഞ്ഞാലും സ്ത്രീവിരുദ്ധൻ തന്നെയാണ് അയാൾ. അപ്പോൾ അത് അമ്മയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന റോബിൻ അവരെയൊക്കെ കുറച്ച് പുകഴ്ത്തി പറയണത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ എനിക്ക് എൻ്റെ ദേഷ്യം കൊണ്ടായിരിക്കാം. ആ ഒരു വിഷയങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല. പകരം വേറൊരു പെൺകുട്ടിയെ പറ്റി പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. ദിൽഷയാണ്. ഇവർ രണ്ടുപേരും ഒന്നിച്ച് ബിഗ് ബോസിലുണ്ടായിരുന്നു. അഫ്കോഴ്സ് ദിൽഷ ജയിക്കാനുള്ള കാരണം തന്നെ പിന്നെ റോബിനാണ്. കാരണം റോബിന് കിട്ടേണ്ട വോട്ടുകൾ തന്നെയാണ് ദിൽഷയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ 100% ഷുവറാണ് റോബിൻ ജയിച്ച് നിൽക്കേണ്ട ഒരവസ്ഥയിൽ റോബിന് പകരമായി ആളുകൾ ജയിപ്പിച്ചതാണ് ദിൽഷയെ. ആ നന്ദിയൊന്നും ആ പെൺകുട്ടിക്കില്ല. അറ്റ്ലീസ്റ്റ് ഒരു റെസ്പെക്റ്റെങ്കിലും അയാളോട് കാണിക്കാൻ പറ്റും. അതൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ റോബിനെ അവോയ്ഡ് ചെയ്തതാണോ എന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ പുള്ളിക്കാരത്തെ എന്തായാലും റിഗ്രറ്റ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റോബിൻ പറയണെന്ന് കേൾക്കാം. എല്ലാരും കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ആളാണിത്. നോ കമന്റ്സ്. നെക്സ്റ്റ്. ഒന്നും പറയാനില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ചോദിക്കണോ? എനിക്ക് സത്യം പറഞ്ഞ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇല്ല, എന്നാലും എന്താണ് ചേട്ടാ, ഇപ്പൊ ബിഗ് ബോസ് സീസൺ 4 കഴിഞ്ഞിട്ട് ഇപ്പം കുറെ നാളായി. അപ്പോൾ ആ ഒരു ടൈമില് ബിഗ് ബോസ് സീസൺ 4 കഴിഞ്ഞ ടൈമില് എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നു ഡോക്ടറുടെ സപ്പോർട്ട് കാരണമാണ് ദിൽഷ ജയിച്ചിരുന്നത് ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എന്റെ ഒരു അഭിപ്രായത്തില് ബിഗ് ബോസും കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, ഈ ഒരു ടോപ്പിക് വിടുന്നതാണ് നല്ലത്. ആ കുട്ടിയുടെ ലൈഫായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. ഞാൻ എന്റെ ലൈഫായിട്ട് സപ്പോർട്ട് ചെയ്തത് ഓർത്തിട്ട് ഇപ്പൊ റിഗ്രറ്റ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. ചെയ്യാനുള്ളതെന്ന് ചെയ്തു, അത് കഴിഞ്ഞു. ആ ടോപ്പിക്, ആ ചാപ്റ്ററെ കഴിഞ്ഞു. പുള്ളിക്കാരി ലൈഫായിട്ട് പോകുന്നു, ഞാൻ എന്റെ ലൈഫായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. രണ്ടുപേർക്ക് നല്ലതുണ്ടാവട്ടെ, അത്രയാണ്. അന്ന് ദിൽഷ ചേച്ചി പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തതാണോ അതോ ലൈക് ഡോക്ടർ എനിക്കായിട്ട് തോന്നിയിട്ട് ചെയ്തതാണ്? അപ്പം ഒരു കാര്യം കൂടെ, ഇനി ഇപ്പം 2 years ആയി എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പം ലൈക് നിങ്ങള് ഇനി കണ്ട് സംസാരിക്കും, നമുക്ക് സ്റ്റേജിൽ കാണാനൊക്കെ പറ്റുമോ? ഇല്ല. ഫ്രണ്ട്ഷിപ്പ് തന്നെ തുടരാൻ താല്പര്യമില്ല. ഓക്കെ, അല്ല അത് വേറെ ഒന്നും കൊണ്ടല്ല, പേഴ്സണലി വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ താല്പര്യമില്ല അത്ര. ഓക്കെ. അപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് ഈ ആങ്കറോട് ഭയങ്കര ദേഷ്യം തോന്നുന്നു. ഒരാൾക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പിന്നെയും കുത്തിക്കിള്ളി ചോദിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഈ ഒരു വിഷയത്തിൽ ജാസ്മിനെ പോലെ മറ്റൊരു കാറ്റഗറിയാണ് ഈ കുട്ടി. അത് ഒരുപക്ഷെ മനസ്സിലായത് കൊണ്ടാണോ
റോബിൻ ജാസ്മിന് അതായത് ജിൻഡോയ്ക്ക് വോട്ട് കൊടുക്കാൻ പറഞ്ഞൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ ഡൗട്ട് ഇതിനകത്ത് ക്ലിയർ ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കാം ഇത് അവരിട്ടതെന്ന് തോന്നുന്നു. എന്ത് തന്നെയായാലും ജാസ്മിനെ പോലെ അല്ല ദിൽഷ. ജാസ്മിൻ ഒരു പക്ഷേ എന്താ പറയുന്ന ഈ പുറത്ത് നിൽക്കുന്ന ആളെ ഉപയോഗിച്ചല്ല ജയിച്ചത്. ആ 3rd സ്റ്റേജിലെങ്കിലും എത്തിയതും അങ്ങനെയല്ല. അത് വേറൊരു ലെവലാണ്. പക്ഷെ ദിൽഷ അവളുടെ ആ വിജയമുണ്ടല്ലോ, അതിൻ്റെ കാരണക്കാരനെ റോബിനാണ്. അപ്പോൾ ദിൽഷയ്ക്ക് ഒരു കാരണവശാലും അർഹിക്കാത്തൊരു സാധനവും അതിന് അവിടെ അനുബന്ധിച്ച് കിട്ടിയ കപ്പും ഒന്നും അവൾ അർഹിക്കുന്നതേ ഇല്ല. ഷീ ഈസ് നോട്ട് പെർഫെക്റ്റ് ഇനഫ്. ഓൺലി വോട്ടിങ്ങിലാണ് അവൾ ആ വിന്നർ ആയത്. അതിൻ്റെ റീസൺ തന്നെ റോബിനാണ് എന്നുള്ളതാണ് വസ്തുത. അത് ചിലപ്പം പുള്ളിക്കാരന് പറയാൻ താല്പര്യക്കുറവുണ്ടായിരിക്കും. എനിക്കതിനകത്ത് പറയണമെന്ന് തോന്നി, ഞാൻ പറയുന്നു. അടുത്ത ആളെ കേൾക്കാം. നമുക്ക് അടുത്ത ഫോട്ടോയിലോട്ട് പോവാട്ടോ. നമ്മള് ബിഗ് ബോസ് ആ ഒരു ഫെയിം ആണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് അല്ലേ? ആ ഒരു ചേട്ടൻ എന്തുകൊണ്ട് ചെയ്തില്ല? ഏതാണ് ആ ഒരു ബിഗ് ബോസ് ഫെയിം ഏറ്റവും കൂടുതൽ എക്കണോമിക്കലി ഞാൻ പറഞ്ഞില്ലേ ഒരു വർഷം വരെ മാർക്കറ്റ് ചെയ്ത ഒരാളാണ്. ഞാൻ പറയട്ടെ, ഞാൻ ഒരു വർഷം വരെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ബിഗ് ബോസിന്റെ ഫെയിം ലൈം ലൈറ്റിൽ കൊണ്ടുപോയി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അടുത്ത സീസൺ കയറുന്ന സമയം തൊട്ടാണ് എനിക്ക് ഇതില് കുറെ കൂടെ ഒക്കെ പ്രശ്നങ്ങൾ അതുവരെ ഞാൻ കുറെ ഫേസ് ചെയ്തു. ഞാൻ പറയില്ലേ, ഞാൻ ഫുൾ ഷോയിനോ അല്ലെങ്കിൽ ഏഷ്യനോ അഗൻസ്റ്റ് അല്ല. അതിലുള്ള കുറച്ച് പേരും അവരുടെ എന്റെയോടുള്ള സമീപനോ കാര്യങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഉദ്ദേശിച്ചത് ഫിനാൻഷ്യലി ഒക്കെ ഏറ്റവും കൂടുതൽ അല്ല. ഞാൻ പറയട്ടെ, ഞാനൊരു ചെയ്തിട്ടുള്ള ഒരാളാണ്. അല്ല, പുള്ളിക്കാരനെ പോലെ തന്നെ ഞാൻ ആക്ച്വലി ടു ബി ഫ്രാങ്ക് പറഞ്ഞാൽ ഞാനൊരു 10, 100, 120 ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു 10-60 ഇനോഗ്രേഷനും ഞാൻ കാശ് മേടിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 10-60-65 ഇനോഗ്രേഷനും അതിൽ 1.5 ലക്ഷം തൊട്ട് 3 ലക്ഷം വരെ ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്റെ അക്കൗണ്ടിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത്, ഞാൻ ഈ മറ്റേ റീലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന അതൊരു 10-30 എണ്ണം ചെയ്തിട്ടുണ്ട്. അതിന് 1.5 തൊട്ട് 2 ലക്ഷം വരെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റോറി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ കിട്ടും. അതും ഒരു 10-20 എണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നോക്കുമ്പോഴത്തേക്ക് ഫിനാൻഷ്യലി ആ സമയത്ത് നോക്കുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് അത്യാവശ്യം എമൗണ്ട് അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വന്ന സമയത്ത് എനിക്ക് കുറച്ച് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത്തെ പ്രാവശ്യം കയറുന്ന സമയത്ത് ഞാൻ ഷോയിന് അഗൻസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ വിളിച്ച് പറയുന്ന സമയത്ത് പിന്നും ആ ഷോയിനെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു കെയർ ഓഫിൽ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഇനോഗ്രേഷൻസ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്ത എനിക്ക് ഇപ്പോഴും ഇനോഗ്രേഷൻസ് വരാറുണ്ട്. ഞാനത് എടുക്കാത്ത, പർപ്പസ്ലി എടുക്കാത്ത, വേറെ ഒന്നും കൊണ്ടല്ല. എനിക്കിനി എന്റെ ലൈഫിൽ അടുത്തൊരു സ്റ്റേജിലേക്ക് പോയി ആ ഒരു ടാഗിൽ എനിക്ക് പോകണം എന്ന ഒരു ആഗ്രഹമുണ്ട്. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്ത പോകാത്ത. പിന്നെ അത് റോബിനെ ഒരു പ്രശ്നമുണ്ട്. പറഞ്ഞതിനകത്തൊരു പിഴവുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിട്ടങ്ങ് പോകുന്നു എന്ന് പറയുമ്പം ഈ ലോകത്തുള്ളവർ ചെയ്യുന്ന ചില മൈന്യൂട്ട് പ്രോബ്ലംസ് നമ്മളുടെ ജീവിതത്തിനെയും ബാധിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ ക്രിറ്റിസിസം ചെയ്യണം. ക്രിറ്റിസിസം നല്ലതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. മിണ്ടാതെ പോയാൽ നമ്മളിപ്പോൾ ജീവിക്കാൻ സുഗമമായി പോകേണ്ട നമ്മളുടെ ജീവിത പാതയിൽ തടകൾ വന്നാൽ നമ്മൾ സംസാരിക്കണ്ടേ? എന്തായാലും പ്രായത്തിൻ്റെ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മ കൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ സൂപ്പർ, അത് കുഴപ്പമില്ല. കൊച്ചിൻ്റെ ഒപ്പിനെ അതാണെങ്കിൽ പിന്നെ അതങ്ങനെ, അത് പ്രായത്തിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ്. എനിവേ നടക്കട്ടെ. അടുത്തത് അഖിൽമാരാരെ പറ്റിയാണ് ഇത്രയും നേരം പറഞ്ഞത് കേട്ടോ. അത് ഞാൻ കാണിക്കാത്തതാണ് മനഃപൂർവ്വം. അഖിൽമാരാരെ പറ്റി പുള്ളിക്കാരൻ പറഞ്ഞതാണ് നിങ്ങൾ കേട്ടത്. ജാസ്മിനെ പറ്റി പറയുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. അതുകൊണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്യും. സോ വി വിൽ ഗോ. അറിയില്ല ആരാന്ന്. അറിയില്ല. അദ്ദേഹത്തിന് ചേട്ടൻ നല്ല പോലെ എനിക്ക് അറിയില്ല. അല്ല അങ്ങനെ അറിയില്ല. അദ്ദേഹം കുറെ ഇന്റർവ്യൂസിലൊക്കെ അറിയില്ല. ചേട്ടൻ ഇന്റർവ്യൂല് പറയാൻ പാടില്ല. അറിയില്ല. അടുത്ത ആരാന്ന് നോക്കട്ടെ. അറിയില്ല. അല്ല കുറെ അറിയില്ലെന്ന് ഞാൻ എനിക്ക് അറിയില്ല ആരാന്ന്. അറിയില്ല. ഓക്കെ. അല്ലെങ്കിൽ അടുത്ത ഫോട്ടോ. ഈ ഒരു പോയിന്റാണ് ഞാൻ പറയാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ട് ഇയാളെ അറിയില്ല എന്ന് പറയുന്നു എന്നുള്ളത് സത്യത്തിൽ കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം അടിയാണ് ആ കൊടുത്തിട്ടുള്ളത്. ഒരു വ്യക്തി, ഒരു സുഹൃത്ത് എന്താകരുത് എന്നുള്ള തെളിവാണ് ഈ പേയാട് ചെയ്യുന്ന തെറ്റെന്താണെന്ന് അറിയാമോ? ഇയാളെ പറ്റി മോശം പറഞ്ഞ് മറ്റൊരിടത്ത് അക്സെപ്റ്റൻസ് കിട്ടി എങ്ങനെയും ബിഗ് ബോസിലേക്ക് ഒരു എൻട്രിയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ഒരു കാരണവശാലും കിട്ടത്തില്ല. മാത്രവുമല്ല, ചിലർക്കൊരു ധാരണയുണ്ട്, നമ്മൾ ഏറ്റവും ഇപ്പോൾ പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരാളെ പറ്റി പടുമോശം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് നമ്മുടെ ജീവിതത്തിലും കിട്ടുന്നൊരു തെറ്റിദ്ധാരണ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. ആ ധാരണ വെച്ചുകൊണ്ടാണ് ഇത് അത്രയും കാണിച്ചത്. ഒറ്റ ചോദ്യമേ ഉള്ളൂ എനിക്ക് അതിനകത്ത്. ഈ പറയുന്ന പേപ്പട്ടി പേയാട് ഇയാളുടെ ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ എടുത്ത് നെറ്റിലിടാനുള്ള പെർമിഷൻ റോബിൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനകത്ത് കോപ്പി റൈറ്റ് വെച്ച് റോബിൻ്റെ തന്നെ ഫാമിലി, അതായത് റോബിനെ ഇഷ്ടപ്പെടുന്നവരുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ചാനലടിച്ച് കളയാൻ കൂട്ടുനിന്ന വ്യക്തിയാണവൻ.
അതിനെ ആ കുട്ടികൾ ഇത്രയും നാളായിട്ട് അടുത്ത സീസൺ വന്നു, അതിൻ്റെ അടുത്ത സീസൺ വന്നു, എന്നിട്ടും കറ തീർന്ന് ആ കുട്ടികൾ അത്രയും അവരെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് കൊടുത്ത ഓണർഷിപ്പാണ് നിങ്ങൾ ഈ കണ്ടത്. ഈ ഒരു കാര്യത്തിൽ ഞാൻ റോബിനെ സമ്മതിച്ച് തന്നിരിക്കുന്നു കേട്ടോ. അവരെ മനസ്സിലാക്കി അവർക്കൊപ്പം നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം, ഇതാണ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തത്. ആക്ച്വലി എനിക്കിതിനകത്ത് ഒരുപാട് നന്ദി പറയാനുണ്ട്. ഈ വൃത്തികെട്ട സത്വത്തിനെ ഇങ്ങനെ തന്നെ നിങ്ങൾ ഇഗ്നോർ ചെയ്യണം. 85 വയസ്സ് പ്രായമുള്ള എൻ്റെ അമ്മ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ച് അവനെ ക്ഷണിച്ചു എന്നാണ് അവൻ പറഞ്ഞത്. ആ ഓർത്ത് നോക്ക്. ഒരു മനുഷ്യൻ ഒരു വ്യക്തിയെ എങ്ങനെ അവഹേളിക്കാമെന്ന് അവനെ കണ്ടുപഠിക്കണം. എപ്പോഴാണിത് പറഞ്ഞതെന്നും കൂടെ ഓർത്തോണം. എൻ്റെ ചാനൽ അടിച്ച് കളഞ്ഞിട്ട് എൻ്റെ ചാനൽ നശിപ്പിച്ച് കളഞ്ഞത് ഇവനാണ്. അപ്പോൾ ഇവൻ സ്ട്രൈക്ക് തന്നു. എന്തിനാണ് നീ എനിക്ക് സ്ട്രൈക്ക് തന്ന്? അത് ഇവൻ തന്ന സ്ട്രൈക്കിൽ ദിലീപിൻ്റെ ഫോട്ടോ ഉണ്ട്, പൃഥ്വിരാജിൻ്റെ ഫോട്ടോ ഉണ്ട്, റോബിൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഈ റോബിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഈ ഫോട്ടോ എടുത്ത് ഇവൻ നെറ്റിലിട്ടിരിക്കുകയാണ്. ഇത് നമ്മളെടുത്ത് ഉപയോഗിച്ചാൽ നമുക്ക് സ്ട്രൈക്ക് കയറുന്നു. ഇത് ബാധിക്കപ്പെടുന്നത് ആർക്കൊക്കെയാണ്? സെയിം പൃഥ്വിരാജിനും ദിലീപിനും റോബിനും തന്നെയാണ് ബാധിക്കുക. കാരണം അവരുടെ ഫാൻസ് ആയിരിക്കുമല്ലോ ഈ ഫോട്ടോ ആരാ എടുക്കുക. ഫോട്ടോ എടുക്കുക തീർച്ചയായിട്ടും അവരുടെ ഫാൻസ് തന്നെയായിരിക്കും. ആദ്യം എടുത്ത് വെച്ചതിനാണ് ഇവൻ കോപ്പിറൈറ്റ് തന്നത്. തിരിച്ചു തരാമല്ലോ. അപ്പോൾ പൈസ ചോദിച്ചു, അല്ലെങ്കിൽ കൂടെ കിടക്കാൻ ചെല്ലാൻ പറഞ്ഞു. അപ്പം നോർമലി നമ്മൾ എന്ത് ചെയ്യും? ഇനി ഇതൊന്നും പോരാണ്ട് 85 വയസ്സ് പ്രായമുള്ള എൻ്റെ അമ്മയെ അവൻ പറഞ്ഞതാണ്. അവൻ്റെ അമ്മ അവനെ വിളിച്ചു പോരും കൂടെ കിടക്കാനായിട്ട്. ചിന്തകളാണ് ഇങ്ങനെയുള്ള വൃത്തികെട്ട സത്വങ്ങളെ നീക്കി നിർത്തുകയാണ്. അത് ഞാൻ മുൻപേ പറഞ്ഞതാണ്. ഇവനെ കൂടെ നിർത്തുന്നവർക്കും ചുമന്നവർക്ക് അത് നാറും എന്ന് പറയുന്നത് പോലൊരു വാക്കാണ്. അവനെ ചുമന്നാൽ അതുപോലെ നാറും. ഇവൻ കൂടെ ഒട്ടി നിന്നതാണെന്നതിൻ്റെ തെളിവാണ് റോബിൻ അത് ഇഗ്നോർ ചെയ്തത്. കാലം തെളിയിച്ചില്ലേ ആ പയ്യനായിരുന്നു ശരിയെന്ന്, അവനാണ് ശരിയെന്ന് കൃത്യമായി തെളിയിച്ചില്ലേ. ഇതിൽ ഓരോ വ്യക്തികളെ പറ്റിയും റോബിൻ പറയുന്നുണ്ട്. ഒരാളെ എടുക്കാനൊക്കത്തില്ല, ഒരുപാട് പേരെ പറ്റി പറയുന്നുണ്ട്. എല്ലാവരെ പറ്റിയും കൃത്യമായ അവലോകനം കൃത്യമായി പറഞ്ഞു. മോദിയെ ഒഴിച്ച് മേ ബി അത് പുള്ളിയുടെ രാഷ്ട്രീയമായിരിക്കും. പക്ഷേ സാബുവിൻ്റെ കാര്യമായിരുന്നാലും രജിത് കുമാറിൻ്റെ കാര്യമായിരുന്നാലും ബാക്കിയുള്ള എല്ലാവരെ പറ്റിയും പുള്ളിക്കാരൻ പറഞ്ഞത് ആപ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെയും സെയിം ഒപ്പീനിയനാണ്. ഇങ്ങനെ ഒരു പ്രവൃത്തിയുണ്ട്, ബട്ട് ചില കാര്യങ്ങളിൽ എനിക്ക് ഒപ്പോസിഷൻ ഉണ്ട്. അത് തീർച്ചയായിട്ടും സ്ത്രീ വിരുദ്ധതയായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. പിന്നെ പേരൻസിനെ പറ്റി പറഞ്ഞാൽ ശപ്പ അത്രയും സ്നേഹിച്ച്, അതാണ് പറയുന്നത്, കാമത്തിനും കാതലിനും കുട്ടികൾക്ക് ഉണ്ടാകും. കാമത്തിനുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഇതുപോലെ ആയിരിക്കും. കാതലിനുണ്ടാകുന്ന കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ഇതുണ്ടാകും. ആ ഒരു കാര്യത്തിൽ അമ്മയ്ക്കും അച്ഛനിക്കും സന്തോഷിക്കാം. അത്രത്തോളം പുണ്യം ചെയ്ത ജന്മങ്ങളായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മകനെ കിട്ടിയിട്ടുള്ളത്. ആൻഡ് എല്ലാ റിലേഷൻഷിപ്പിനും വാല്യൂ കൊടുക്കുന്നത് ഈവൻ അവരുടെ പെറ്റിനെ പോലും എടുത്തു വെച്ച് പുള്ളിക്കാരൻ പറയുന്നതിനകത്തുണ്ട്. സോ ഓൾ ടോട്ടൽ സൂപ്പറായിരുന്നു ഇൻ്റർവ്യൂ. നിങ്ങളെല്ലാവരും പോയി കാണുക, പ്രത്യേകിച്ച് റോബിൻ ഫാൻസ് പോയി കാണുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഇൻ്റർവ്യൂ എന്ന് എനിക്ക് മനസ്സിലാവും. റോബിനെ മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരൊറ്റ ഇൻ്റർവ്യൂവിനകത്ത് പുള്ളി ഉണ്ട്. പെർഫെക്റ്റ്ലി ഡൺ എന്നേ പറയാനുള്ളൂ. ദിൽഷയ്ക്ക് കൊടുത്ത മറുപടി ആയാലും, ജാസ്മിനെ പറ്റി പറഞ്ഞതായിരുന്നാലും, ജിൻഡോയെ പറ്റി പറഞ്ഞതായാലും ഒക്കെ തന്നെ. ഇപ്പോൾ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് ജാസ്മിനോടുള്ള എതിർപ്പ് കൊണ്ടാണെന്ന്. ഒരിക്കലുമല്ല. ജാസ്മിൻ ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ജാസ്മിൻ അത് കിട്ടിയിട്ടുള്ളത്. ആർക്കും ജാസ്മിനോട് ഒരു എതിർപ്പും ഒരു ഇതുമില്ല, മോശം അഭിപ്രായവുമില്ല. അവളുടെ കയ്യിലിരിപ്പ് ഒന്നുകൊണ്ട് മാത്രമാണ് അവൾക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളത്. അത് മനസ്സിലാക്കാനുള്ള മാനസിക വലിപ്പം അവൾ ഇനിയെങ്കിലും കാണിക്കുക. 23 വയസ്സായില്ലേ, ചെറിയ പ്രായമൊന്നുമല്ലല്ലോ, കുറച്ച് പ്രായപൂർത്തിയായതല്ലേ ഇവൻ. അതിന് മനസ്സിലായില്ല, ഇപ്പം നിനക്ക് മനസ്സിലാകേണ്ടതല്ലേ. ഏതായാലും ഒറ്റപ്പെടുത്തലുകളും കല്ലെറിയലുകളും കൊണ്ട് ഒരു മനുഷ്യനെ തോൽപ്പിക്കാനാവില്ല എന്ന് റോബിൻ തെളിയിച്ചു എന്നുള്ളതാണ് വസ്തുത. ഇനി ഏത് രീതിയിലുള്ള ആക്രമണങ്ങളും ഫേസ് ചെയ്യാൻ തയ്യാറാകുന്നതൊക്കെ മോൾഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ. താങ്ക് യു സോ മച്ച്. ഡു സപ്പോർട്ട് മീ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു.